എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലൊരു ടേബിൾ സ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി റേഷൻ അരിയാണ്. അപ്പോൾ അത് വൃത്തിയായി തിളച്ച വെള്ളത്തിലൊക്കെ കഴുകിയെടുത്ത അരിയാണ്, മണമൊന്നുമില്ലാത്തത്. വേറൊരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, സബോള, പച്ചമുളക് ഇട്ട് വാട്ടിയതിന് ശേഷം വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം. അതിന് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇളക്കി ഇതിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കുകയാണ്. അത് വല്ലാണ്ട് വെന്ത് പോകരുത്. അതായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ സ്വല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 5 മുട്ട ഞാൻ അതിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി കുറച്ച് മല്ലിയില ഒഴിച്ചിട്ട് ബാക്കി 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് നമ്മുടെ വെന്ത് വന്ന ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. റേഷൻ അരിയാണെന്ന് തോന്നുകയില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക.